ഹലോ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം. ഓണത്തിന്റെ ഭാഗമായിട്ട് തലേന്ന് തന്നെ ഓരോരോ പരിപാടികൾ തുടങ്ങി. ഞാൻ നമ്മുടെ ക്ലബിന്റെ പരിപാടി അടക്കുന്നിടത്ത് നിന്നപ്പോൾ അവിടെ തോരണം കെട്ടൽ അടക്കുക. പിന്നെ അതിന്റെ കൂടങ്ങ് കൂടി അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ 10:30 വീട്ടിൽ ആ സമയത്ത് പൂക്കളം ഇടാനുള്ള തയ്യാറെടുപ്പ് നടക്കുക. പിന്നെ ചെറിയൊരു കൺഫ്യൂഷൻ, ഇന്നിടണോ അതോ നാളെ രാവിലെ ഇടണോ? നാളെ രാവിലെ ടൈം കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് അപ്പം തന്നെ ഇടാന്ന് വെച്ച് പിന്നെ പൂക്കളം ഇടാനുള്ള സ്ഥലമൊക്കെ ഒന്ന് സെറ്റാക്കി ഡിസൈനൊക്കെ വരച്ച് അത്തപ്പൂക്കളം ഇട്ട് തുടങ്ങി. പൂവിട്ടിട്ടിട്ട് കുറേ ടൈം എടുത്ത്. അതിൻ്റെ ഇടയിലാണെങ്കിൽ മഴയും. 1:30 ആവാറായപ്പോഴത്തേക്കും അത്തപ്പൂക്കളം റെഡിയായി. പിന്നെ നേരെ പോയി കടന്ന് നക്ഷത്രവും കണ്ട ഒരുറക്കം. രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് നോക്കിയത് പൂക്കളം. എന്തായാലും പൂച്ചയും പട്ടിയും കലാവിരുത് കാണിക്കാതെ അത് അതേപടി അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക്. അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വലിയൊരു പൂക്കളം. പിന്നെ കയറി തൊഴുത് എല്ലാം സെറ്റായി നേരെ വീട്ടിലേക്ക്. വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ പന്മന ആശ്രമത്തിലേക്ക്. അവിടെ നിന്നാണ് നമ്മുടെ ക്ലബിന്റെ ദീപശിഖ പ്രയാണം ആരംഭിക്കുന്നത്. ഈ കാണുന്നത് ഗാന്ധിജി വന്ന വീടാണ്. നമ്മുടെ ദീപമൊക്കെ ശരിയാക്കി ദീപം കൈമാറി ഓട്ടവും തുടങ്ങി. എല്ലാ വർഷവും നമ്മുടെ ക്ലബിന്റെ പരിപാടി തുടക്കം കുറിക്കുന്നത് ഇവിടുന്നാണ്. ആശ്രമത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ ക്ലബ് അങ്കണത്തിലേക്ക്. അങ്ങനെ നമ്മുടെ നാട്ടിലെ വഴികളിലൂടെ നമ്മുടെ ക്ലബിലെത്തി. ഇനി പതാക ഉയർത്തി ബാക്കി പരിപാടിയൊക്കെ ഉച്ചയ്ക്ക് ശേഷം അവിടുന്ന് തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ സദ്യ കഴിക്കേണ്ട സമയമായി. ഇലയിലേക്ക് കറികളെല്ലാം വിളമ്പി സെറ്റാക്കി. ഇനി എല്ലാം കൂടെ കൂട്ടി ഒരു പിടി നമ്മൾ സദ്യയൊക്കെ കഴിച്ച് ഇനി സമാധാനത്തെ ഒരു ഉറക്കം കഴിഞ്ഞ് റെഡിയായി ക്ലബിലെത്തി. കൈകൊട്ടിപ്പാട്ടും ഡാൻസും ഒക്കെ ആരംഭിക്കാൻ പോവുകയാണ്. ആൾക്കാർ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പരിപാടി തുടങ്ങി. പിന്നെ കുറേ നേരം പരിപാടിയും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇങ്ങനെ ഇരുന്നു. എല്ലാ വർഷവും നമ്മുടെ ക്ലബ്ബിൽ പരിപാടി നടത്തുമ്പോൾ പരിപാടി കാണാൻ ധാരാളം ആൾക്കാർ വരാറുണ്ട്. ഡാൻസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കൊച്ചു കൂട്ടുകാരുടെ ഒരു പാട്ട്. അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത പരിപാടി ഈ കസേര എല്ലാം ഒതുക്കലായിരുന്നു. അത് ഞങ്ങൾ ക്ലബ് മെമ്പേഴ്സ് എല്ലാം കൂടെ പറക്കി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്ലബിന്റെ മീറ്റിംഗ്. കുറച്ച് നേരം പിന്നെ അതും കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ഫുഡും കഴിച്ച് ഇനി കയറി കിടന്നെന്ന് ഉറങ്ങും. നാളെ രാവിലെ പരിപാടിയുള്ള അപ്പം ബൈ ബൈ ആളാണ്. ഇനി സ്റ്റാറും കണ്ടൊരു ഉറക്കം.